പള്ളിയിലേക്കാണ്, ഈ തോമസ് ലീഗയുടെ പള്ളിയിലേക്കാണ് പോകുന്നത്. ചൊവ്വാഴ്ചയാണ്. അപ്പം നമ്മുടെ പുണ്യാണ്ട് ദിവസങ്ങളില്ലാതെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങൾ പിന്നെ ഈ സമാപന ദിവസങ്ങളിലൊരു കലാശക്കൊട്ടൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നു. അത് നന്ദിയും നമ്മൾ ജീവിക്കുന്ന ഒരു നന്ദി കേടായിരിക്കും. രണ്ടും ആയിരിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ ശരിയോ തെറ്റാവാം, അങ്ങനെ നന്ദി. അല്ലാണ്ട് അവസാന ദിവസം ഒരു കൂട്ടി വെച്ചിട്ട് കൊട്ടക്കണിക്കുന്നൊരു എന്താണ് ഒരു ട്രെയിൻ നിറച്ചൊരു നന്ദി പറയുന്നത്, അതിലൊന്നും കാര്യമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ സാധാരണ ഒരിടത്ത് അങ്ങനെ ആ ഒരു പൊതുയോഗത്തിനോ നന്ദിക്കോ അങ്ങനെ ചെയ്യാറില്ല. അന്ന് നല്ലതല്ലെന്നല്ല അച്ഛൻ പറയുന്നത്. അന്നേരത്ത് നന്ദി പറഞ്ഞിട്ട് അവസാന ദിവസം വന്നുകൊണ്ട് അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പറയുന്ന ജീവിക്കുന്ന ജീവിത ശൈലികളാണ് നമ്മുടെ നന്ദിയും നന്ദി കേട്ടുകളും. അപ്പം നമ്മൾ ഈ അവസാന ദിവസം ഒരുപാട് സമ്മാനങ്ങൾ, അതൊന്നും കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന വാക്കുകളും നമ്മൾ ജീവിക്കുന്ന ജീവിതവുമാണ് ഒരു വ്യക്തികൾക്ക്, ഒരിടവകയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു സമ്മാനം. അതുകൊണ്ട് ഈ വക അവസാന നിമിഷങ്ങൾ എന്നുണ്ട് ഒരു ജഗപുകയായിട്ടുള്ള നന്ദികൾ, അതൊരു ആവശ്യമില്ലാത്തൊരു ആവശ്യമായിട്ടാണ് ഞാൻ കാണുക. അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഇടവകയിലേക്ക് വരില്ല. കാരണം കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾ കെട്ടിച്ചു കൊടുത്ത് നിൽക്കുന്നത് നല്ലത്. കെട്ടിച്ചുവിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കെട്ടിച്ചിട്ട് വിട്ട പെണ്ണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊന്നാ പോയി കഴിയുമ്പോൾ അവിടെ അവിടുത്തെ അമ്മ പൂട്ടിക്കും. അവിടെ നിൽക്കുന്ന നാത്തുമാർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇടവകയെന്ന് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുത്തെ അന്വേഷണമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഭാഗത്ത് കുറച്ച് ആൾക്കാരുണ്ടാവും, എനിക്കെതിരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ പറയും, അച്ഛൻ അത് കണ്ടോ പള്ളിയെടുക്കണുണ്ട് അച്ഛന്ന്. ഞാൻ എൻ്റെ പോഴത്തരത്തിന് എന്തെങ്കിലും പോഴത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അച്ഛന് സമാധാനക്കേടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലത് വരുന്ന ഇടവകയിലേക്ക് പോകാതിരിക്കുക. അവിടെ എന്ത് ഫംഗ്ഷൻ ഞാനിതുവരും പോവാറില്ല. അതാണ് ശരി, അതാണ് നല്ലത്. ആ ഇരിക്കുന്ന അച്ഛനും പോയ അച്ഛനും നന്മയ്ക്കുക. നമ്മൾ ഇരിക്കുന്ന അച്ഛനോട് കൂടെ ആയിരിക്കുക. അല്ല പോയ അച്ഛനെ കുറിച്ച് ചോദിച്ചു, അച്ഛൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെയെന്ന് എനിക്ക് എൻ്റെ ഒരു കുറവനുസരിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും എങ്ങനെയാണ്. അതെൻ്റെ ഒരു വൃത്തികെട്ട ആദർശം. അപ്പം അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ തിരുഹൃദയ ദേവാലയത്തിൽ നിന്ന് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. കാരണം ഇപ്പം അവർ മരിച്ച് ആ കല്യാണം കെട്ടിക്കാൻ ചിലയിടത്തൊക്കെ പോയാൽ വികാരിച്ചനെ കല്യാണം കെട്ടിക്കാനേ സമയം ഉണ്ടാവില്ല. എല്ലാവരും പോയ അച്ഛൻ വന്നിട്ടിച്ച് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല നമുക്കിവിടെ. എനിക്ക് തന്നെയും ഒരു ശൈലി അതാണ്, ഒരു ആദർശമാണ്. എനിക്ക് തോന്നുന്നത് അതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു ക്രിസ്തുവിൻ്റെ വികാരിയാണ്, നിങ്ങളുടെ വികാരിയല്ല. നമ്മൾ ജനത്തിൻ്റെ വികാരിയാകുമ്പോൾ ജനം പറയുന്നത് മുഴുവൻ അനുസരിക്കുക. അതുകൊണ്ടാണ് എനിക്കെതിരെ 28 പരാതികൾ 20 കൊടുത്തിട്ടും എനിക്ക് നിങ്ങൾ പറഞ്ഞ പരാതികളൊന്നും എനിക്ക് നിവർത്തിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ക്രിസ്തുവിൻ്റെ വികാരി ആയതുകൊണ്ട് എനിക്കത് പറ്റില്ല, സാധ്യമല്ല, അസാധ്യമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ക്രിസ്തു ഈശോ എന്ത് പറയണത് ചെയ്യാമെന്ന് പരിശ്രമിക്കുക. അതുകൊണ്ട് പൂർണ്ണനൊന്നുമല്ല, വിശുദ്ധനുമല്ല. അതിൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെയോ ഗ്രേഡുകൾ, ഗ്രാഫ് താഴ്ന്നും കീഴ് നീക്കുന്ന ഒരു വികാരിച്ചു. അപ്പം അതുകൊണ്ട് നല്ല ആൻ്റണി അച്ഛനായിട്ട് നല്ലോണം ആ അച്ഛൻ കൊടുക്കാവുന്ന സ്നേഹമാണ്. അല്ലാണ്ട് അച്ഛൻ പോകുന്ന സമയത്ത് വലിയൊരു മീറ്റിംഗ് കൂടി ഒരു ഫുഡൊക്കെ കൊടുത്തിട്ട് എന്താണ് ഈ പൗര സ്വീകരണം കൊടുത്ത് പൗര സെൻറ്റ് ഓഫ് കൊടുത്ത് ഇതിലൊന്നും ഒരു കാര്യമൊന്നുമില്ലെന്ന് നമുക്ക്. നമ്മൾ വികാരിച്ചും വരുന്ന ആൻ്റണിച്ചെന്ന് വരുന്ന ആ സമയം തുടങ്ങി ആ സമയത്ത് അച്ഛൻ പോകുന്നവർ അച്ഛനെ സ്നേഹിക്കുക, അച്ഛനോടൊപ്പം പ്രവർത്തിക്കുക. അച്ഛന് കുറവുകളുണ്ടാവും, പോരായ്മകളുണ്ടാവും. ജോഷിയച്ഛന് ഒരുപാട് കൂടുതലൊക്കെ അപ്പം എല്ലാവരും പറയും ജോഷിയച്ഛൻ്റെ ആ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റണോട്ടോന്നറിയും. എൻ്റെ അമ്മ വിചാരിച്ചിട്ട് അപ്പം വിചാരിച്ചിട്ട് മാറ്റിയിട്ടില്ല, ഞാൻ വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല, ഇനി അത് മാറാനും പോണില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു കൂട്ടായ്മയിൽ ദൈവമക്കൾ വന്നച്ഛനായിട്ട് നന്നായിട്ട് സ്വീകരിക്കുക. അല്ലാണ്ട് ഞാൻ ഇവിടെ നന്ദി പറഞ്ഞാൽ ഒരുപാട് വ്യക്തിപരമായിട്ട് ഒരുപാട് നന്ദി പറഞ്ഞു അതിലൊന്നും കാര്യമില്ല. അപ്പം അതുകൊണ്ട് അപ്പം അയാൾക്ക് നന്ദി, എല്ലാത്തിനും നന്ദിയുടെ ദൈവമാണ്. ദൈവം തരുന്നൊരു കാവ്യനീതി ഉണ്ട്, നമുക്ക് ദൈവം തരുന്നൊരു നീതിയുണ്ട്, ദൈവം തരുന്നൊരു സ്നേഹമാണ്. അപ്പം എല്ലാത്തിനും നന്ദി. ഇതിനൊക്കെ ഒരു അവസരം തന്നത് ദൈവമാണ്. ഒരു 2 വർഷവും ഒരു 10 മാസവും ഇവിടെ വികാരിയായിട്ട് ഇരിക്കുന്ന റെക്ടർ മങ്ങളിക്കുന്നത് ദൈവമാണത്. നമ്മളൊന്നുമല്ല, ജോഷിയച്ഛനോ അല്ല. പിതാവ് പറയുന്നു, പിതാവ് നന്നായിട്ട് അനുസരിക്കും. പിതാവിനെ അനുസരിക്കുന്ന ഇപ്പോൾ എല്ലാവരും ചില രൂപത പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പറയും, ഞാൻ പറയും പിതാവ് തലവത്തിക്കാൻ പറഞ്ഞ് ഞാൻ തലവത്തിക്കും. അതാണ് പിതാവ് എന്ത് പറഞ്ഞത്, ശരിയായാലും തെറ്റായാലും പിതാവിനെ അനുസരിക്കുക എന്നുള്ളത് നല്ലൊരു ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു വ്രതപ്രതിജ്ഞയും കൂടിയാണല്ലോ. ഇതൊന്നും എല്ലാത്തിനും ദൈവം ഈ ദേവാലയത്തിൽ
ഈ ദിവസങ്ങളിൽ, ഈ വർഷങ്ങളിൽ, മാസങ്ങളിലൊക്കെ തന്ന എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളും ദൈവത്തിന് നന്ദി പറയുക. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.